സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണം. അതിനുള്ള പൂവ് ഞങ്ങൾക്കാണല്ലോ ഓർഡർ തന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ആ പൂവ് എത്തും. അത് നമ്മളിന്ന് വൈകുന്നേരം നമ്മൾ അവരെ ഏൽപ്പിക്കുന്നതാണ്. പിന്നെ ഇന്ന് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ മോദിജി വരുന്ന കാരണം കൊണ്ട് ഇന്ന് ഫുള്ള് ഇവിടെ മൊത്തം ഭയങ്കര സ്ട്രിക്റ്റാണ്. കച്ചവടക്കാരനെ പോലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ നമ്മൾ പുറത്ത് വണ്ടിമ വെച്ചിട്ട് ചെയ്യേണ്ടാറുണ്ട്. നമ്മളോട് സാർമാർ പറഞ്ഞു പുറത്ത് വണ്ടിമ വെച്ച് ചെയ്യരുത്, ബുദ്ധിമുട്ടാണ്, അല്ലാതെ കച്ചവടം ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് കച്ചവടം ചെയ്യാണ്. കാരണം നമുക്ക് മനസ്സിലാവും എല്ലാവരുടെയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. സാർമാരെ അത്രയും ഇതാണോ, എത്ര വേണം? 1 30. ഏത് വേണം സമയം? എന്ത് പോന്നു? 1 30 rupees. തുളസി 30. വാങ്ങിട്ടാണല്ലോ. ഇന്ന് മൊത്തം സ്ട്രിക്റ്റാണ്. സാർമാർ കച്ചവടം ചെയ്യാനൊക്കെ ഭയങ്കര ഇത് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ നമ്മൾ ഈ ഒരു സുരേഷ് സാറിന് പൂവ് കൊടുക്കല്ലേ, അപ്പോൾ ആ ഒരു സുരേഷ് ചേട്ടൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മളോട് ഇവിടെ കച്ചവടം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്നെ അവർ പറയണമെന്ന് വെച്ചാൽ നമ്മൾ മാറ്റേണ്ടി വരും. കാരണം നമ്മളാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന് മൊത്തം ഇവിടെ മൊത്തം ഗുരുവായൂർ മൊത്തം അങ്ങനത്തെ ഒരു ഇതാണ് പ്രൊട്ടക്ഷൻ. കാരണം നാളെ മോദിജിയല്ലേ വരുന്നത്, പ്രത്യേകം പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ഭാഗത്ത് കൂടി ഒന്നും ആൾക്കാരനെ വിടുന്നില്ല, അങ്ങനെ വണ്ടികളൊന്നും അകത്ത് കയറ്റുന്നില്ല, അങ്ങനെ മൊത്തം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങളോട് പങ്കുവെക്കാനുള്ള വലിയൊരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുരേഷ് ചേട്ടൻ്റെ മുകളിൽ പൂ നമ്മൾ കൊടുക്കുന്നു. അത് മാത്രമല്ല, ഇന്നലെ വൈകിട്ട് നമ്മളതിനോട് പാർട്ടിക്കാർ മോദിജി വധുവരന്മാരനെ അവർക്ക് ആശീർവദിക്കാൻ, മോദിജിക്ക് ആശീർവദിക്കാനുള്ള പൂവ്, റോസാപ്പൂ, ഒരു കൊട്ട റോസാപ്പൂ അവർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് വൈകുന്നേരം അവർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇതളാക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം അതുകൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിലും വലിയ സന്തോഷം കാര്യങ്ങളും നമുക്ക് ഇല്ല, ഇതിലും വലിയ ഭാഗ്യം നമുക്ക് കിട്ടാനില്ല എന്ന് വെച്ചാൽ. നമുക്ക് പൂ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ്. നമ്മളത് ഒരു 2-3 സ്ഥലത്ത് പോയി നോക്കി. അപ്പോൾ അവിടെയൊക്കെ വില കൊണ്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരിട്ട് കോയമ്പത്തൂർ പോയി എല്ലാം കണ്ട് ഇതാക്കി. നമ്മളിപ്പോൾ അവർക്ക് അഡ്വാൻസ് സുരേഷ് ചേട്ടൻ നമ്മൾക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വിളിപ്പിച്ചു, നമുക്ക് അഡ്വാൻസ് തന്നു. നമ്മളത് നേരിട്ട് അവിടെ കൊണ്ടു കൊടുത്തു, എല്ലാ പൂവും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് ഒരു 6 മണിയുടെ ഉള്ളിൽ അവർ പൂ ഇവിടെ എത്തിച്ചു തരും. അതിനുശേഷം 7 മണിയുടെ ഉള്ളിൽ നമ്മൾ എന്തായാലും പൂ അവർക്ക് കൊടുക്കുന്നതാണ്. അത് നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളൊരു ടെൻഷനിലാണ്. കാരണം എന്താവോ എന്നുള്ളൊരു ടെൻഷനിലാണ്. എന്തായാലും അവർ കെട്ടി തുടങ്ങി ഏതാണ്ട് ഉച്ചയോടുക്കുന്ന കെട്ടൊക്കെ അവസാനിക്കുന്ന പറഞ്ഞത്. ഇപ്പോൾ 300 മുഴം പൂവാണ് സുരേഷ് ചേട്ടൻ ഞങ്ങളോട് ഓർഡർ തന്നത്. നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം തികയാതിരിക്കരുത് പൂവ്. അപ്പോൾ അത് നമ്മൾ സുരേഷ് ചേട്ടനോട് പറഞ്ഞിട്ടില്ല. അവർക്ക് തികയാതിരിക്കരുതെന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഓർഡർ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം പൂ കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓർഡർ തന്നത് അവിടെ അവസാനിച്ചു. പക്ഷേ നമ്മൾ നാളെ കല്യാണത്തിന് നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ മണ്ഡപത്തിൻ്റെ അവിടേക്ക് പോകാൻ പറ്റുമോ അത് നമ്മൾക്കറിയില്ല. അത് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അവരൊക്കെ ഭഗവാന്റെ കയ്യിൽ
വിചാരിച്ചിരിക്കുന്നു. നമുക്ക് ആഗ്രഹമുണ്ട്, അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയൊക്കെ ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെയാണ്. പിന്നെ നമ്മൾ ഹോളിൽ എന്തായാലും പോകുന്നുണ്ട്, ഗോകുലം പാർക്കിൽ പോകുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ബാക്കിയെല്ലാം അതിന് ശേഷം അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. പിന്നെ എന്താ പറയുക, ഇന്ന് പൂവ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളോട് അവരെന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും പൂവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ